ആരുടെ മീസാനാണോ ഭാരം കൂടുന്നത് ഫഹുവ ഫീ ഈശത്തി റാളിയ, അവൻ ഏറ്റവും സംതൃപ്തകരമായ ആനന്ദകരമായ ജീവിതമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ മുഅ്മിനിന്റെ നന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് മീസാനിൽ ഭാരം കുറയുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിൻ ഹുജ്റതിഹി ബിത്വാഖതൻ കൽ ഉൻമുല ഫയുൽഖിഹാ ഫീ കിഫത്തിൽ മീസാനിൽ യുംന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ തുമ്പുകളുടെ വലിപ്പമുള്ള ഒരു കാർട്ട് പുറത്തെടുക്കും. അത് നന്മകൾ തൂക്കുന്ന മീസാനിന്റെ വലതുവശത്തിടും. അപ്പോൾ നന്മകൾ വല്ലാതെ ഭാരം കൂടുകയും ആ മനുഷ്യന്റെ തിന്മയേക്കാൾ നന്മ കൂടുതൽ മികവുറ്റതായി നിൽക്കുകയും ചെയ്യുന്ന സമയം, ആ സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബി അബി അൻത ഉമ്മി, എന്തൊരു ഭംഗിയാണ് അങ്ങയുടെ മുഖത്തിന്, എന്തൊരു ചന്തമാണ്, എന്തൊരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അന നബിയുക മുഹമ്മദുൻ വഹാദിഹി സ്വലാത്തുകല്ലതി കുൻത തുസല്ലി അലയ്യ ഖദ് വഫൈതുക അഹ്വജ മാ തകൂന ഇലൈഹാ. ഞാൻ നിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ കാർഡ് നീ എന്റെ മേൽ ചൊല്ലിയ സ്വലാത്താണ്. നിനക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് നിന്റെ കാര്യം പൂർത്തീകരിച്ചു തരാൻ ഞാൻ വന്നിരിക്കുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയുകയും, ആ മനുഷ്യൻ ബേജാറായി ഭയപ്പാടോടെ തന്റെ തിന്മകൾ കൂടുകയും നന്മ കുറഞ്ഞു നിൽക്കുകയും ആശങ്കയിലുമാകുന്ന സമയത്താണ് മുത്തുനബി വന്ന് ആ മനുഷ്യനെ സഹായിക്കുന്നത്. ആ മനുഷ്യന്റെ നന്മകൾ കൂടുകയും സ്വർഗത്തിന്റെ അകലുകാരാവുകയും ചെയ്യുന്നത് അദ്ദേഹം ചൊല്ലിയ ആ സ്വലാത്തുകളാണ് അതിന്റെ നിമിത്തമായത്. സ്വലാത്തുകൾ നമ്മുടെ നന്മകളെ ഏറെ അധികരിപ്പിക്കുന്ന തൃപ്തികരമായ ജീവിതത്തിന്, സന്തോഷകരമായ ജീവിതത്തിന് കാരണമാവുകയാണ് സ്വലാത്ത്.